വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മോർണിംഗ് വ്ലോഗാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മോർണിംഗ് വ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ബട്ട് ഇന്ന് ഞാൻ ശരിക്കും ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഒരു മോർണിംഗ് വ്ലോഗിൽ തന്നെ എൻഡ് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു മോർണിംഗ് എങ്ങനെയുണ്ടായിരുന്നു നോക്കാം. അപ്പം ഇന്ന് നമ്മളത് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് നേരം വൈകിയിട്ടുണ്ട്. അതായത് അങ്ങനെയല്ല, നിസ്കാരം കള്ളാവോ എന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ചിട്ട് ചാടി ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും പെട്ടെന്ന് തന്നെ എണീച്ചു ഒളോർത്ത് നിസ്കരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രഷ് ചെയ്യുന്നത് പോലും. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് പിന്നെ അത് കുറച്ചത് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഞാൻ വിചാരിച്ചു ഒന്ന് ഫേസ് വാഷ് ഒന്നും ഇട്ടിട്ടില്ല. രാവിലെ നേരത്തെ തന്നെ ഒരു മാറിയ റുട്ടീനായിരുന്നല്ലോ ഒന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇനി ഫേസ് വാഷൊക്കെ വന്നിട്ട് ഫേസൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് നമ്മളൊരു എനർജറ്റിക് ആയിട്ട് ആ ഒരു ഉറക്കിൻ്റെ മൈൻഡിൽ നിന്നൊക്കെ ഒന്ന് മാറുമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റാവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില ദിവസങ്ങളിൽ നമ്മളിത് എണീച്ച് പെട്ടെന്ന് തന്നെ കുറച്ച് നേരത്തേക്ക് എണീച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോണൊക്കെ നോക്കി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇതൊന്നും കിട്ടാറില്ല. എന്നാലും അത് കഴിഞ്ഞതിന് ശരി ഒരു ലിപ് ബാം ഒക്കെ അപ്ലൈ ചെയ്ത് മുടിയൊക്കെ നന്നായിട്ട് തന്നെ ഒതുക്കി കെട്ടിയൊക്കെ കൊടുത്ത് പുറത്തേക്ക് നോക്കുമ്പം ഇന്ന് ചെറിയൊരു മഴക്കാറുണ്ട്, എന്നാൽ മഴയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ എണീച്ച് പോയതായതുകൊണ്ട് ബെഡൊന്നും നീറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ബെഡൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നീറ്റാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നീറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് ചില ദിവസങ്ങളിലൊക്കെ ഇതേപോലെ ആയിരിക്കും, ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. രാവിലെ കുറേ സമയം ഫോണൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു മോർണിംഗ് ഇങ്ങനെയായിരുന്നു. അപ്പം ഇന്ന് ഞാൻ മുകളിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം അവിടുത്തെ ബെഡ്ഷീറ്റാണ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും അത് കഴിഞ്ഞത് ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്താൻ വേണ്ടിയിട്ട് ടാബിലിൻ്റെ അടുത്ത് വന്നപ്പം അവിടുത്തെ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോളേജിൽ ചേരാൻ വേണ്ടിയിട്ടൊക്കെ ഇല്ല. അപ്പോൾ എന്നാലും അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് കാണാണ്ടാവില്ല. എന്നാലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്താണ്. അപ്പം ഒരു 2 മാസമായിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു വെക്കേഷൻ മൂഡിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ടു ഡു ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്നൊരു 2-3 കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും ടു ഡു ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിങ്ങനെ നമ്മൾ ആലോചിച്ചിങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മൊത്തത്തിലൊന്നിങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഉമ്മ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയും കടലക്കറിയാണ് കഴിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അനിയനെ ഒന്ന് ട്യൂഷനിലൊക്കെ കൊണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പത്രിക വായിച്ചു. അപ്പോൾ ഇത്രയും